സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. യൂണിയൻ ലിസ്റ്റിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വിദ്യാഭ്യാസം, ജലസേചനം, ആരോഗ്യം, റെയിൽവേ എന്നിവയാണ്. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്നത് റെയിൽവേ ആണ്. ഓപ്ഷൻ ഡി റെയിൽവേ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് PB സാവന്ത് ആണ്. PB സാവന്ത്. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് ആരാണ്? PB സാവന്ത്. ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1 ആണ്. 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകമാണ്. ഓപ്ഷൻ സി കുമരകം. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ്? റൂർക്കല ഉരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ്? ജർമ്മനിയുടേതാണ്. ജർമ്മനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗർ ആണ്. ജാംനഗർ. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? 97ാം ഭരണഘടനാ ഭേദഗതിയാണ്. 97ാം ഭരണഘടനാ ഭേദഗതി. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒന്നാമത്തേത്, 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2, 1, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. 3-ാമത്തെ പ്രസ്താവന 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ്. 2-ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 2-ാം വട്ടമേശ സമ്മേളനം. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പൊതു താൽപര്യ ഹർജിയാണ്. പൊതു താൽപര്യ ഹർജി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏത്?
ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ്? ആനന്ദമഠമാണ്. ആനന്ദമഠം. ആനന്ദമഠം രചിച്ചത് ആരാണെന്ന് കമന്റ് ചെയ്യുക. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്ന് അറിയപ്പെടുന്നത് റെയ്ച്ചൂറാണ്. റെയ്ച്ചൂറാണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടത്. പ്രസ്താവനകൾ വായിക്കാം. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു. കർഷക സമരമായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ബർദോളി സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 മാത്രമാണ്. 4 മാത്രം. ബർദോളി സത്യാഗ്രഹം ആരുടെ നേതൃത്വത്തിലായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു ബർദോളി സത്യാഗ്രഹം. സർദാർ വല്ലഭായ് പട്ടേൽ. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. അതുപോലെ ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു. കർഷക സമരമായിരുന്നു. ഇതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? കൃതിയുടെ പേര് കേരള സിംഹം. ആരാണ് കർത്താവ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? എന്തിനു വേണ്ടിയിട്ടാണ് വിവരാവകാശ നിയമത്തിനായിട്ട് പ്രയത്നിച്ച എവിടത്തെ സംഘടനയാണ്? രാജസ്ഥാനിലെ സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് 1 ജൂലൈ 2017 1 ജൂലൈ 2017. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു ആണ്. മൗണ്ട് കേറ്റുവിന്റെ മറ്റൊരു പേര് കമന്റ് ചെയ്യുക. മൗണ്ട് കേറ്റു. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഗാന്ധിജി ക്രിപ്സ് മിഷൻ, ഗാന്ധിജി ക്യാബിനറ്റ് മിഷൻ, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ, ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം. പിൻ തീയതി വെച്ച ചെക്ക് ഏതാണ്? ഗാന്ധിജി ക്രിപ്സ് മിഷനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ്. ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഗോദാവരി. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഇവിടെ തന്നിരിക്കുന്നത് സൗരോർജം, വേലിയോർജം, കൽക്കരി, ജൈവവാതകം എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കൽക്കരി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ദിഗ്ബോയാണ്. ആസാമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത്. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ്? ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിനാണ്. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 1993 1993. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്
1955 1955. അടുത്ത ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിന്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. നെയ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 4ാമത്തെ പ്രസ്താവന മാത്രമാണ്. നെയ് താലിം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗാന്ധിജിയാണ്. ഗാന്ധിജി വിഭാവനം ചെയ്തതാണ് നെയ് താലിം. ഓപ്ഷൻ ഡി 4 മാത്രം. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് തന്നിരിക്കുന്നത് അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ, മലേറിയ. ഓപ്ഷൻ ഡി ആണ് മലേറിയ. അടുത്ത ചോദ്യം, മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത്? കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത് റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട്. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത്, കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ഏതാണ്? ജലമാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശരിയാണ്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണെന്ന് കമന്റ് ചെയ്യുക. താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ. താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ആന്ധ്രാപ്രദേശിലെ തുമ്മലപ്പള്ളി ഖനിയുടെ പേരെന്താണ്? തുമ്മലപ്പള്ളി ഖനി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഏത് ധാതുവിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഖനിയാണ്? യുറേനിയത്തിൻ്റെതാണ്. അപ്പോൾ യുറേനിയത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഖനി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശിലെ തുമ്മലപ്പള്ളി ഖനിയാണ്. 1916 പാലക്കാട് നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? പാലക്കാട് നടന്ന മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. ലിംഫിന്റെ ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എഡിമ. ലോകക്ഷയരോഗ ദിനം മാർച്ച് 24 ആണ്. മാർച്ച് 24.
മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടന അനുച്ഛേദം 21 അനുച്ഛേദം 21. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. കോക്ലേക്കുള്ളിലെ അറകളുടെ എണ്ണം എത്രയാണ്? കോക്ലേക്കുള്ളിലെ അറകളുടെ എണ്ണം 3. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഡൽഹി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ് ആണ്. പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ്, PC മഹാലനോബിസ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ. മെയ് ജൂൺ മാസങ്ങളിൽ കാണപ്പെടുന്നത് ഗ്രീഷ്മകാലമാണ്. ഗ്രീഷ്മകാലം. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് മറയൂരാണ്. മറയൂർ. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചിയാണ്. പീച്ചി. അവസാനത്തെ ചോദ്യം, കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ആണ്. 152. ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.